ഹലോ ഗായ്സ്, ഈ വീഡിയോ എന്തായാലും ഇത്തിരി ക്രിഞ്ചായിരിക്കും. രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഫാമിലി ഗ്രൂപ്പിൽ അമ്മായിയുടെ പൂന്തോട്ടത്തിലിടുന്ന പൂക്കളുടെ ഫോട്ടോസ് കണ്ടിട്ടാണ് ഞങ്ങളുടെ ഗുഡ് മോർണിംഗ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മൾ കളിച്ച് നടന്ന ഈ തൊടിയിലൂടെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വന്ന് നോക്കുമ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ, അതുപോലെ തന്നെ വല്യമ്മാരുടെ അടുത്ത് ചെന്ന് ഈ അവിടെയുള്ള മാവും ഉണ്ടാവണ മാങ്ങ, ആനിമാരുടെ അടുത്ത് കുട്ടി ചക്ക തൊട്ടും അറ്റത്തുണ്ടാവണ ചക്ക, ഇതെല്ലാം കണ്ട് അവസാനം പോളിപാപ്പിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന അത്രയും ദൂരത്തിൽ നിൽക്കുന്ന ചക്കകൾ, ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് തന്നെ ഞാൻ പറയട്ടെ ഒരു 2 decades ആയിട്ടുണ്ടാവും ഞാൻ പറയണു എനിക്കിത്തിരി തെങ്ങിൻ്റെ കള്ള് കുടിക്കണം, ഭയങ്കര കൊതിയാണ്. അപ്പിണ്ട് പാപ്പൻ്റെ പറമ്പിൽ നമുക്ക് കാണാവുന്ന ദൂരത്തിൽ നമ്മുടെ പറമ്പിൽ നമുക്ക് വേണ്ടിയുള്ള കള്ള് ഉണ്ടാക്കുന്ന ആ സാധനം സൂത്രം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇത്തിരി നല്ല ഫ്രഷ് കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, കുട്ടിക്കാലത്ത് കുറച്ച് വർഷങ്ങൾ നാട്ടിൽ അപ്പാപ്പൻ്റെയും അമ്മാമ്മേരെയും പാപ്പന്മാരെയും അച്ഛന്മാരെയും അമ്മായിമാരെയും വലിയമ്മമാരെയും ഒക്കെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ച് നാട് വിട്ട് നമ്മളൊരു പറിച്ചു നടൽ നടത്തിയ, എനിക്ക് തോന്നുന്നു ഏതൊരു ആൾക്കും അങ്ങനത്തെ ഇപ്പോൾ കുറേ പേരുണ്ടാവും. നാട്ടിൽ ചെല്ലുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ ചെല്ലുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു ഫീലുണ്ട്. അതിനെ ഏത് ഭാഷയിൽ എങ്ങനെ പറയണമെന്നെനിക്ക് അറിയില്ല. ആ ഒരു അനുഭവമായിരുന്നു ഇപ്രാവശ്യം എനിക്ക് നാട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായാലും ഗേൾസിന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ടല്ലോ, ഗുഡ്വിൽ, അവിടെ ചെന്ന് ഇതൊക്കെ വാങ്ങാൻ പറ്റില്ല, പക്ഷെ ഇതൊരു കമ്മലുകളുടെയും മാലകളുടെയും ആക്സസറീസിൻ്റെ ഒരു ലോകമായിരുന്നു. അതും തൃശ്ശൂർ ഗുഡ്വില്ലിൽ ഇത്രയും വലിയ ഒരു കട വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. എനിവേസ്, ഒരു കാര്യം ഉറപ്പാണ്, ഇനി 10 വർഷം വെയിറ്റ് ചെയ്യാൻ പാടില്ല, അതിക്ക് മുമ്പ് തന്നെ നാട്ടിലേക്ക് വരണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പറയും കുട്ടിത്തം മാറ്റാൻ, പക്ഷെ എൻ്റെ കുട്ടി ഇപ്പോഴും എപ്പോഴും എന്നും ഉണ്ടായിരിക്കും. വീട്ടിൽ വന്ന അമ്മ ചായ തന്നപ്പോൾ അതിൽ പണ്ടത്തെ പോലെ കുഴലപ്പെട്ട് അതിനിങ്ങനെ കുടിച്ച് ഇങ്ങനെ ഓരോ കുട്ടിത്തരം കാട്ടി ആ ദിവസം ഞാൻ കഴിച്ചു കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ഇനി വരാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.